നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാരണാസിയിലെ ബനാറസിൻ തെരുവിൽ റൊട്ടിയും പരിപ്പുകറിയും വിൽക്കുന്ന സ്ത്രീയെ മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിന്റെ 2 റിപ്പോർട്ടർമാർ കണ്ടപ്പോൾ അവർ മോദിയെക്കുറിച്ച് പറയുന്നത് കേട്ട് ഈ മലയാളി യുവാക്കൾ ഞെട്ടി. അക്ഷരാഭ്യാസമില്ലാത്തതെന്ന് കരുതിയ താഴേക്കിടയിലുള്ള ആ സ്ത്രീ മോദിക്ക് അനുകൂലമായി നിർത്തുന്ന ന്യായവാദങ്ങൾ അവരുടെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ആ കടയിൽ നിന്ന് റൊട്ടിയും പരിപ്പും തിന്നുന്നതിനിടയിൽ യുവാക്കൾ വാരണാസിയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയുണ്ട് മോദിജി എന്ന് ചോദിച്ചു. ഉടനെ സ്ത്രീയുടെ മറുപടി വന്നു: മോദിജി വളരെ നന്നായി ജോലി ചെയ്യുന്നു. പാവങ്ങളായ നിങ്ങളെപ്പോലുള്ളവർക്ക് മോദിജി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് വഴിക്ക് വഴിയാണ് സ്ത്രീയുടെ ഉത്തരവെത്തിയത്. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, പക്ഷെ സ്ഥലമുണ്ടായിരുന്നു. മോദിജി 2.5 ലക്ഷം തന്നു, വീട് വെച്ചു. അപകടമുണ്ടായാൽ 5 ലക്ഷം മരുന്നിനും ചികിത്സയ്ക്കും നൽകും. ആയുഷ്മാൻ കാർഡിലൂടെയാണ് ഈ സഹായം. വാരണാസിയിൽ വികസനം എങ്ങനെ എന്നതായിരുന്നു അടുത്ത ചോദ്യം. വാരണാസിയിലെ ഇടനാഴി ഉണ്ടാക്കി, റോഡുകൾ വികസിപ്പിച്ചു, നദിയോരം വൃത്തിയാക്കി. പണ്ട് ഇതുപോലെ വൃത്തിയില്ലായിരുന്നു. അപ്പോഴേക്കും സ്ത്രീയുടെ മകൾ പുറത്തു വന്നു. മോദിജി ചെയ്യുന്നത് മറ്റാർക്കും ചെയ്യാനാകില്ല എന്നായിരുന്നു പെൺകുട്ടിയുടെ ഉത്തരം. എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ സ്വന്തം കാര്യം നോക്കും, മോദിജി ജനങ്ങളുടെ കാര്യം നോക്കും. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ലാപ്ടോപ്പ് നൽകി. ഇങ്ങനെ പോകുന്നു പെൺകുട്ടിയുടെ മറുപടി. കന്യാകുമാരിയിൽ 45 മണിക്കൂർ നീണ്ട ധ്യാനത്തിൽ ഇരുന്നതിനാൽ മോദിക്ക് വാരണാസിയിൽ പോളിംഗ് ദിനത്തിൽ പോകാൻ കഴിഞ്ഞില്ല. ആ ചുമതല അമിത്ഷായെ ഏൽപ്പിക്കുകയായിരുന്നു. കാരണം വിജയം ഇവിടെ സുനിശ്ചിതമാണ്. ഭൂരിപക്ഷം എത്ര കൂടി എന്നേ നോക്കാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.